ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എഗെയിൻസ് ക്യുവറ്റ് പ്രോഗ്രാം. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെയൊക്കെ മനസ്സിലൂടെ പലപ്പോഴും കടന്നുപോയിട്ടുണ്ടാവും അല്ലേ? പ്ലസ് ടു കഴിഞ്ഞ് ഏത് സബ്ജക്റ്റ് എടുക്കണം, അഥവാ ഒരു സബ്ജക്റ്റ് എടുത്താൽ ആ എടുക്കുന്ന സബ്ജക്റ്റ് പ്രോപ്പർ ആണോ, ആൻഡ് അതിലുള്ള കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ആൻഡ് ഞാൻ അവിടെ എങ്ങനെ എത്തും എന്നുള്ള ഈ പല ക്വസ്റ്റ്യൻസും നിങ്ങളുടെ മനസ്സിനെയൊക്കെ പലപ്പോഴായി അലട്ടിയിട്ടുള്ള ഒന്നാണ്. അതെ, അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു യാത്ര പോകാൻ സങ്കല്പിച്ച് നോക്കൂ. ഒരു യാത്ര പോകുമ്പം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന യാത്ര പോകേണ്ട സ്ഥലം, ഒരു ഡെസ്റ്റിനേഷൻ അല്ലേ? ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ വേണം, നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കണം, നമുക്ക് ഡ്രസ്സ് വാങ്ങണം, നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർക്കണം, എന്നിട്ട് വേണം നമ്മൾ യാത്രയ്ക്ക് പോകാൻ. അതുപോലെ തന്നെയാണ് നമ്മളൊരു കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോഴും. നമ്മൾ കരിയറിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ കരിയറിലേക്ക് എത്താനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ആ കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ലൈഫിൽ ഏറ്റവും നല്ല ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് കരിയറിൽ ഏറ്റവും വലിയ പൊസിഷനിൽ എത്തി നിൽക്കുന്ന കുറച്ച് പേരെയാണ് ഞാൻ ഇനി അപ്കമിങ് സ്ലൈഡ്സിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. യെസ്, ഹൂ ഇസ് ദിസ്? ഇറ്റ്സ് ശക്തികാന്ത ദാസ്, the current and the 25th governor of the Reserve Bank of India. He completed his BA and MA in the history from the St. Stephen's College, Delhi. And guess who is this? It's Amitabh Kant. He is a retired IAS officer of the Kerala cadre. And നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, he is graduated in economics from St. Stephen's College, Delhi, and also completed his masters in international relations from the JNU. And ഇതാരാന്നൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. He is Dinesh Kumar Khara. He is the chairman of the State Bank of India, and this person also completed his post-graduation in commerce from Delhi School of Economics. സോ ഞാനിപ്പം ഇത്രയും പേരുടെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ നോട്ട് ചെയ്തൊരു പോയിന്റ് ഉണ്ടാവും, ഇവർ ഓരോരുത്തരും പഠിച്ചിട്ടുള്ള കോളേജ്. അതെ, നമുക്ക് എല്ലാവർക്കും പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും നല്ല കോളേജിൽ പഠിക്കണം എന്ന് തന്നെയായിരിക്കും ആഗ്രഹം. സോ അതിനായിട്ട് ദ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, വിച്ച് ഇസ് ക്യുവറ്റ്, is a standardized exam conducted by the National Testing Agency, which is the NTA, to get admission in the prestigious central universities and colleges. So ക്യുവറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് UG എൻട്രൻസ് എക്സാമിനേഷൻ കാർണിവൽ ഇൻ ദ കൺട്രി. അതിനായിട്ട് 2023 249 യൂണിവേഴ്സിറ്റീസാണ് വിച്ച് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ക്യുവറ്റ് 2023, ആൻഡ് ഓൾസോ 16 ലക്ഷത്തിൽ പരം ആപ്ലിക്കേഷൻസ് ആണ് ഈ എക്സാമിന് കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുള്ളത്. സോ നമ്മളിനി നോക്കാൻ പോകുന്നത് ക്യുവറ്റ് 2024 എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിസ് ഇസ് എ ഗേറ്റ് വേ ടു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാവും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം എന്നുള്ളത്. സോ ദിസ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. ആൻഡ് ക്യുവറ്റ് കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഓഫ് 2024. Quit UG 2024, it will be conducted for admission to various UG programs offered at 45 central, 37 state, 32 deemed, 132 private and 3 other universities. So now these are the list of participating universities in the QIT 2024 entrance examination. There is Jawaharlal Nehru University, Jamia Millia Islamia, Banaras Hindu Universities and many more. So now let's move on to the eligibility criteria of this examination. The basic qualification required is 12th or else diploma. There is no age limit, and there is a note that each university is free to state their own eligibilities. That means ഓരോ യൂണിവേഴ്സിറ്റീസിനും അവരവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇറക്കുന്ന പോലെ തന്നെ ഇതിലൊരു ബേസിക് ക്വാളിഫിക്കേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇറക്കാൻ പറ്റുന്നതാണ്. ആൻഡ് നൗ കമ്മിങ് ടു ദ മോഡ് ഓഫ് എക്സാമിനേഷൻ, ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് പ്ലസ് പെൻ ആൻഡ് പേപ്പർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ടെസ്റ്റ് ആണ്. And one important thing to be noted is that the date of examination അടുത്തോണ്ടിരിക്കുകയാണ്. It is between 15th May and 31st of May. Now coming to the syllabus highlights, there are different sections. Section 1A consists of languages, Section 1B also consists of languages, Section 2 consists of domain, Section 3 is a general test. So ഈ കാര്യങ്ങളൊക്കെ മക്കളെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാവുന്നതാണ്. So go for it. And next, let's look into the domain test subjects. First is accountancy or bookkeeping, biology, biological studies, biotechnology, biochemistry and many more. സോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ക്യുവറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്താണെന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഐഡിയ എങ്കിലും ലഭിച്ചിട്ടുണ്ടാവും അല്ലേ? സോ കൂടുതൽ ഐഡിയ കിട്ടാനായിട്ട് പ്ലീസ് ഡു വിസിറ്റ് ദ വെബ്സൈറ്റ് quet.samat.ac.in. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷ്യവും എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല, ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല അല്ലേ? സോ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നല്ലൊരു പരിശീലനം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസും കാര്യങ്ങളും നമുക്ക് ലഭിക്കുള്ളൂ. സോ we promise you that we'll be giving you the best coaching.
So before concluding, I would like to tell that if 4 things are followed, having a great aim, acquiring good knowledge, hard work and perseverance, then anything can be achieved. So see you all in classes. Thank you.